for you 1,000 times over. Hi friends, welcome back to another episode of Nanma's World of Book, The Book World. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്ന പുസ്തകം ഖാലിദ് ഹുസൈനിയുടെ ദ കൈറ്റ് റണ്ണർ എന്ന പുസ്തകമാണ്. എൻ്റെ കയ്യിലുള്ളത് ഈ ഹാർഡ് കവർ എഡിഷനാണ്. എൻ്റെ കയ്യിലൊരു പേപ്പർ ബാക്ക് എഡിഷനും ഉണ്ട് ഈ ഒരു പുസ്തകത്തിൻ്റെ. ഇത് 10th എഡിഷനാണ്, ഇത് 20th എഡിഷനാണ് ഈ ബുക്കിൻ്റെ. സോ യെസ്, ഞാൻ വായിച്ചത് ഈ 20th എഡിഷൻ ഓഫ് ദിസ് ബുക്കാണ്. ആൻഡ് ഈ ഒരു ബുക്കിനെ പറ്റി പറയാം. സോ ഖാലിദ് ഹുസൈനി, ഇത് ഞാൻ ഖാലിദ് ഹുസൈനിയുടെ വായിക്കുന്ന 3ാമത്തെ ബുക്കാണ്. അപ്പോൾ ഈ ഒരു ഓത്തറിനെ കുറിച്ച് എന്താ പറയുക, ഒരു ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഈ ഓത്തർ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ, ബേസിക്കലി നമ്മളിവിടെ ഇന്ത്യയിൽ കേരളത്തിൽ കിടക്കുന്ന നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ ആൾക്കാരുമായിട്ട് ഒരു കണക്ഷൻ തോന്നിക്കും പുള്ളിക്കാരൻ്റെ ബുക്സ് വായിക്കുമ്പോൾ. അഫ്ഗാനിസ്ഥാനീസ് നമ്മുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും. അത്രയ്ക്കൊരു റൈറ്റിങ്ങിൻ്റെ ആ ഒരു പീക്ക് ലെവലാണ് പുള്ളിയുടെ ഒരു കഴിവ് എന്നൊക്കെ തന്നെ പറയാം. അഫ്ഗാനിസ്ഥാനികളുടെ പ്രശ്നങ്ങൾ എത്ര ബ്രൂട്ടലായിട്ടാണ് ഈ താലിബാനൊക്കെ കാരണം അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതിനെയൊക്കെ കുറിച്ച് ആ ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിലൂടെ പുള്ളി നമ്മളിലോട്ട് എത്തിക്കുന്ന ആ ഒരു രീതി, ദാറ്റ്സ് എന്താ പറയുക, അടിപൊളി. ലൈക്ക് എത്രത്തോളം നമുക്ക് തന്നെ അത് ഹേർട്ടാരും മനുഷ്യരാണ്. നമ്മളാകെ ഒരു 80 അല്ലെങ്കിൽ ഒരു 100 വർഷമൊക്കെ ഈ ഒരു ഭൂമിയിൽ ജീവിക്കും. അതിനിടയിൽ മതത്തിൻ്റെ പേരിൽ, ജെൻഡറിൻ്റെ പേരിലൊക്കെ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നൊടുക്കുക എത്ര ഒരു എന്താ പറയുക ക്രൂരമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പെയിൻ നമ്മളിൽ എത്തിക്കാൻ ഖാലിദ് ഹുസൈനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം ദ കൈറ്റ് റണ്ണർ ബൈ ഖാലിദ് ഹുസൈനി, ഓ മൈ ഗോഡ്, സച്ച് എൻ ഓസം ബുക്ക്. അപ്പോൾ ഞാൻ ഇതെൻ്റെ ഫേവറേറ്റ്സിലൊരു സെക്കൻഡായിട്ട് വരും. ഖാലിദ് ഹുസൈനിയുടെ ഫേവറേറ്റ്സിൽ എൻ്റെ ഒരു സെക്കൻഡായിട്ട് വരും. ഇതിലെ സ്റ്റോറിയിലോട്ട് നമുക്കൊന്ന് ഡൈവ് ചെയ്യാം. ഇതിൽ മെയിൻലി 2 ക്യാരക്ടേഴ്സാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്, ദാറ്റ് ഈസ് ഹസൻ ആൻഡ് അമീർ. അപ്പോൾ അമീർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു എന്താ പറയുക ഒരു ബിസിനസ് മാൻ്റെ ഒരു എന്താ പറയുക വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കുട്ടിയാണ് അമീർ. ആൻഡ് അമീറിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ അമീർ അവനെ ഒരു സെർവൻ്റ് ആയിട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണുന്നത്. പക്ഷെ when they are alone they are best friends. ഹസൻ, സോ അമീർ ആൻഡ് ഹസൻ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഹസൻ ഒരു ഹസാറയാണ്, ദാറ്റ് ഈസ് ഒരു കുറച്ച് ലോവർ കാസ്റ്റ് എന്നൊക്കെ തന്നെ പറയാം. അവിടെ കുറേ ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഇതിലുള്ള ഒരു കുട്ടിയാണ്. ആൻഡ് ഈ ഹസൻ്റെ ഫാദർ അലി, അതിൽ ഈ അലി, അതുപോലെ അമീറിൻ്റെ ഫാദർ ബാബ, സൊറയ്യ, സൊഹറാബ്, അതുപോലെ തന്നെ മറ്റു കുറേ ക്യാരക്ടേഴ്സ്. നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ഹസനും അമീറുമാണ്. സോ നമ്മുടെ ലൈഫിൽ ചില സമയം നമ്മളെടുക്കുന്ന ഡിസിഷൻസ് ഒരു പോയിന്റിൽ നമ്മളെടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും, നമ്മളുടെ പേടി കൊണ്ടെടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും. നമുക്ക് സ്റ്റാൻഡപ്പ് ചെയ്യാനുള്ള കറേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും. നമുക്ക് ഫ്യൂച്ചറിനെ ഫേസ് ചെയ്യാൻ മടിയായതുകൊണ്ട് നമ്മൾ ഗിൽറ്റിൻ്റെ പുറത്ത് എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും. പക്ഷേ ഹൗ ദാറ്റ് വൺ ഡിസിഷൻ ക്യാൻ ചേഞ്ച് യുവർ എൻറ്റയർ ലൈഫ്, ഈ ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവമാണ്. എങ്ങനെയാണ് അമീറിൻ്റെ ഒരു ഡിസിഷൻ അവൻ്റെ എൻറ്റയർ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നത്. ദിസ് ഈസ് എ ബുക്ക് ഓഫ് ഫ്രണ്ട്ഷിപ്സ്, ദിസ് ഈസ് എ ബുക്ക് ഓഫ് ബിട്രയൽ, ദിസ് ഈസ് എ ബുക്ക് ഓഫ് ഫാമിലി എന്നൊക്കെ തന്നെ പറയാം. ദിസ് ഇസ് എ ബുക്ക് ഓഫ് ലവ്, ദിസ് ഈസ് എ ബുക്ക് ഓഫ് മിക്സഡ് ഇമോഷൻസ്, ദിസ് ഇസ് എ ബുക്ക് ഓഫ് ഗിൽറ്റ്, എല്ലാം അടങ്ങുന്ന ഒരു പുസ്തകം. ഇതിൽ മറ്റൊരു ക്യാരക്ടറാണ് ആസിഫ്. ഹി വാസ് കൈൻഡ് ഓഫ് എ ബുള്ളിങ് പേഴ്സൺ, അല്ലെങ്കിൽ ബുള്ളി എന്നൊന്നും വിളിച്ചാൽ പോരാ, മറ്റു പലതും വിളിക്കേണ്ടി വരും. ഹസനോടൊക്കെയുള്ള ആ കുട്ടിയുടെ പെരുമാറ്റം, ഒരു കുട്ടിയാണ്, എത്ര ക്രൂരമായിട്ടാണ് ആ കുട്ടി പല കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. പിന്നെ ഹസൻ്റെ ലോയൽറ്റി,
ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ഹസൻ ട്രീറ്റഡ് അമീർ ആസ്, അതായത് അമീറിന് വേണ്ടി ഹസൻ എന്തും ചെയ്യും, എന്ത് വേണേ ചെയ്യും എന്നുള്ളതാണ്. ഫോർ അമീർ ഹസൻ വുഡ് ഡു എനിത്തിങ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫോർ യു 1000 times over. അത് മാത്രമല്ല, അവസാനം നമുക്ക് വീണ്ടും ആ ഒരു ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് കാണാം, ഫോർ യു 1000 times over. അത് പക്ഷേ ഹസൻ അമീറിനോടല്ല പറയുന്നത്, അമീർ മറ്റൊരാളോടാണ്. അത് ആരോടാണെന്ന് നിങ്ങൾ വായിച്ചു തന്നെ അറിയുക. സോ ഈ ഒരു ബുക്ക്, ദിസ് ബുക്ക് ഈസ് സച്ച് എൻ ഓസം ബുക്ക് ആൻഡ് ഖാലിദ് ഹുസൈനി ഈസ് നൗ ലിറ്ററലി വൺ ഓഫ് മൈ ഫേവറേറ്റ് റൈറ്റേഴ്സ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഹിസ് റൈറ്റിംഗ് സ്റ്റൈൽ. ഓഫ് കോഴ്സ് ഇപ്പം നമ്മളെ തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ ഒരു തലമുറ, മേ ബി നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒരു തലമുറ അത്രയും ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള യുദ്ധങ്ങളോ ഒന്നും അത്രയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളവരല്ല. ഓഫ് കോഴ്സ് ഫ്ലഡ്സ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും യുദ്ധത്തെ ദുഃഖം എന്നാണ് വിശ്വവിഖ്യാതനായ എഴുത്തുകാരനായിട്ടുള്ള OV വിജയനൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു ദുഃഖത്തിൽ കൂടെ ചോരയുടെയും കണ്ണീരിൻ്റെയും ആ പുഴയിലൂടെ സഞ്ചരിക്കേണ്ടി നമുക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ സഞ്ചരിക്കേണ്ടി വന്ന നിരവധി ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതല്ല ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത്. അത് ഫോക്കസ് ചെയ്തിട്ടുള്ള 1000 Splendid Suns ആയിരുന്നു മൈ ഫസ്റ്റ് ഫേവറേറ്റ് ബുക്ക് ഓഫ് ഖാലിദ് ഹുസൈനി ആൻഡ് മൈ ഫസ്റ്റ് റീഡ് ഓഫ് ഖാലിദ് ഹുസൈനി. പക്ഷേ ഈ ഒരു പുസ്തകം പറയുന്നത് അവിടുത്തെ ഹസാറാസ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ലോവർ കാസ്റ്റിലുള്ള വ്യക്തികൾ എത്ര ബ്രൂട്ടലായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഒരു ഗിൽറ്റും ഇല്ലാതെ, മറ്റുള്ളവരെ കൊല്ലുന്നതിനൊരു ഗിൽറ്റില്ല, എങ്ങനെ കൊന്നാലും കുഴപ്പമില്ല, അത് ഗോഡിന് വേണ്ടി. ഗോഡിനെ തന്നെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ഗോഡിൻ്റെ വചനങ്ങളൊക്കെ തന്നെ മാറ്റുന്ന ഒരു രീതി. എന്തായാലും ഇങ്ങനത്തെ ഗിൽറ്റ് ഇല്ലാത്തവരാണ് സമൂഹത്തെ നശിപ്പിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യവും കൂടെ. ഈ അമീർ ഞാൻ പറഞ്ഞല്ലോ റിച്ച് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ യുദ്ധങ്ങൾ കാരണം അവർ വേറൊരു ലൈഫിലോട്ട് തന്നെ പോവുകയാണ്. അവിടെ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? ഓഫ് കോഴ്സ് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദേ ഹാഡ് എ ഡീസൻറ്റ് ലൈഫ്. പക്ഷേ ആ ഒരു റിച്ച്നെസ്സിൽ നിന്ന് അവരെങ്ങോട്ടാണ് പോകുന്നത്? ഇതൊക്കെ യുദ്ധങ്ങൾ കാരണമാണ്. സോ എനിവേ, ആ യുദ്ധങ്ങളുടെയൊക്കെ ഒരു തീവ്രത നമ്മളെ അറിയിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. സോ എന്തായാലും നിങ്ങൾ വായിക്കാൻ നോക്കുക, വായിക്കണം. ഓഫ് കോഴ്സ് ഇത് ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ബുക്ക് ടു യു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു പുസ്തകത്തെ പറ്റി പറയാനുള്ളത്. ഐ റിയലി വിഷ് ഇഫ് ഐ ഹാഡ് എ ഫ്രണ്ട് ലൈക്ക് ഹസൻ. അത്രയ്ക്കൊരു നല്ല ക്യാരക്ടറാണ്, ലൈക്ക് അത്രയ്ക്ക് ഒരു എത്തിക്സ് ഉള്ള, ഒരു ലോയൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഹസൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു ബുക്കിനെ പറ്റി പറയാനൊക്കെ വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ. അപ്പോൾ 2 copies ഓഫ് ദിസ് ബുക്ക്. സോ എല്ലാവർക്കും ഞാൻ ഈ ഒരു ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ദിസ് ഇസ് എ മസ്റ്റ് റീഡ് ബുക്ക്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ബുക്കിനെ പറ്റി പറയാനുള്ളത്. അടുത്ത ദിവസം അടുത്ത ബുക്ക് റിവ്യൂമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് മീ നന്മ സൈനിങ് ഓഫ്. ബൈ.